ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ഇടുന്നാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ്. അത് ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് അരിഞ്ഞെടുത്താട്ടോ, അതുകൊണ്ടാണ് ചെറുതായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് മീഡിയം സൈസിലൊക്കെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ സവാളിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. സവാള ഒരുപാട് വഴേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി. അങ്ങനെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഞാൻ ഇത്ര മാത്രം മസാല മാത്രമേ ഇതിലേക്ക് ചേർക്കണുള്ളൂ. എല്ലാതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ഫില്ലിങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഞാൻ ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താണ്. എന്നിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താട്ടോ. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഓൾറെഡി നമ്മൾ വേവിച്ച് ചിക്കനിലേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ആ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില എന്താണ് ചേർത്ത് കൊടുക്കണേ, മല്ലിയില ചേർക്കുമ്പോൾ ഈ ഫില്ലിങ് നല്ലൊരു ഫ്ലേവറും അതേപോലെ നല്ലൊരു ടേസ്റ്റും ആണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത് ബ്രെഡും കൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫില്ലിംഗ് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് താഴ്ത്തി ഡിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് 2 സൈഡൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാനും ഇതൊന്നും ഇങ്ങനെ പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ്റെ ഫില്ലിംഗ് കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ 4 സൈഡിലും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക, റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് ഉരുട്ടി എടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണേക്കാളും ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇത് കണ്ടില്ല, ഇപ്പോൾ കറക്റ്റ് ഒരു ബോൾ ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിളാണ്. വെറുതെ വെള്ളത്തിലൊന്ന് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫില്ലിങ് വെക്കുക. 4 സൈഡൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ ബോൾസൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറുതെ മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. എന്നിട്ട് ഓരോ ബോൾസ് എടുക്കുക, മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ അതിലേക്കൊന്ന് നല്ലോണം കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ തന്നെ എല്ലാതൊന്നും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് എത്ര മണിക്കൂർ വേണമെങ്കിലും വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിനൊന്നും ആവില്ല. ഞാനിപ്പോൾ 2 മണിക്കൂർക്ക് ശേഷമാണ് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത്. അത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ബോൾസായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. എണ്ണ ഇട്ട് കൊടുത്ത ശേഷം മാത്രം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് കളർ മാറി വരുമ്പോൾ ഇതേപോലെ തന്നെ ഓരോന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ, മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ചിക്കനും വെന്തതാണ്, ബ്രെഡും വെന്തതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി. ആ മുകളിലത്തെ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് കളർ മാറി വന്നാൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് കളർ മാറി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ ഈ ഒരു സ്നാക്ക് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ, ഒട്ടും ഇതിൽ എണ്ണ കുടിക്കൂല. നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എണ്ണ കുടിക്കില്ല കേട്ടോ. ഇനി ഞാൻ ഓരോന്നും നല്ലോണം തന്നെ എണ്ണ ഒന്ന് കളഞ്ഞിട്ട് കോരി മാറ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല രസമാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഇതൊന്ന് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ എത്ര നല്ല സോഫ്റ്റാണ്, അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ. അതേപോലെ ഒട്ടും എണ്ണയും കുടിച്ചിട്ടില്ല. ഇതേപോലെ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ഇഫ്താറിന് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.